ഈ ലിസ്റ്റിലുള്ളത് ഏതെങ്കിലും അവസ്ഥയിൽ ലോക്കായി പോകുന്ന ആൾക്കാരുടെ കഥ പറയുന്ന സിനിമകളാണ്. അതൊരു വീടോ അല്ലെങ്കിൽ റൂമോ ആവണമെന്നില്ല. അതുകൊണ്ട് പ്രിസൺ എസ്കേപ്പ് സിനിമകൾ ഇതിലില്ല. അതുപോലെ തന്നെ സോംബി സിനിമകളും ഉണ്ടാകില്ല. വീഡിയോ മുഴുവൻ കണ്ടാൽ അവസാനം ഒരു ബോണസ് സിനിമയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IMDb റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 10ാം സ്ഥാനത്തുള്ളത് 2010 ഇറങ്ങിയ ബറീഡ് എന്ന സിനിമയാണ്. റയാൻ റെയ്നോൾഡ്സ് ആണ് നായകനും ഈ സിനിമയിലെ ഏക കഥാപാത്രവും. ഇറാഖിൽ ജോലി ചെയ്യുന്ന അമേരിക്കൻ ട്രക്ക് ഡ്രൈവറായ പോളിനെ ഇറാഖിലെ തീവ്രവാദികൾ ഒരു ശവപ്പെട്ടിയിലാക്കി മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആകെ കയ്യിലുള്ളത് ഒരു ഫോണും ലൈറ്ററും മാത്രം. തീവ്രവാദികളുടെ ആവശ്യം എന്താണ്? ഇയാൾക്ക് ഈ പെട്ടിയിൽ നിന്നും ഓക്സിജൻ തീരുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ പറ്റുമോ? ഉത്തരം കിട്ടാൻ സിനിമ കാണുക. ഒരു ശവപ്പെട്ടിയിലാണ് സിനിമ മൊത്തമെങ്കിലും ഒരു നിമിഷം പോലും ബോറടിക്കില്ല. നല്ല സിനിമ എടുക്കാൻ വലിയ ബഡ്ജറ്റും വമ്പൻ ലൊക്കേഷനും ഒന്നും വേണ്ടെന്ന് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യമാവും. 9ാം സ്ഥാനത്തുള്ളത് ഐ ആം ലെജൻഡ് എന്ന വിൽ സ്മിത്ത് സിനിമയാണ്. ഒരു വൈറസ് കാരണം ഭൂമിയിലെ മൊത്തം ആളുകളും മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളത് റോബർട്ട് എന്ന ഒരു സയന്റിസ്റ്റും അയാളുടെ നായയും മാത്രം. ക്യാൻസറിനെ തടയാൻ സൃഷ്ടിച്ച വൈറസാണ് ഇതിനെല്ലാം കാരണം. വൈറസിനോട് ഇമ്മ്യൂണിറ്റിയുള്ള റോബർട്ടിന്റെ ലക്ഷ്യം ഇമ്മ്യൂണിറ്റിയുള്ള മറ്റുള്ളവരെ കണ്ടെത്തി ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കുക മാത്രമല്ല, ജീവനോടെ ഇരിക്കുക കൂടെയാണ്. എന്നാൽ റോബർട്ട് മാത്രമാണോ ജീവനോടുള്ളത്? അല്ലെങ്കിൽ എന്ത് അപകടമാണ് കാത്തിരിക്കുന്നത്? അതാണ് ഈ സിനിമയുടെ കഥ. ഒരു ലോകാവസാനം മൂട് തരാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അതേപോലെ ലോകത്ത് നമ്മൾ മാത്രം ഒറ്റക്കായാൽ എന്തെല്ലാം ചെയ്യാം എന്ന ചിലരുടെ ഫാന്റസിയുടെ നേർക്കാഴ്ചയുമാണ് ഈ സിനിമ. 8ാം സ്ഥാനത്തുള്ളത് ഒരു ഹിന്ദി സിനിമയാണ്. ഈ ലിസ്റ്റിലെ ഏക ഇന്ത്യൻ സിനിമയും. 2016 ഇറങ്ങിയ ട്രാപ്ഡ്. തന്റെ കാമുകിയുടെ വിവാഹത്തലേന്ന് അവളുമായി ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ് ശൗര്യ എന്ന യുവാവ്. ഒരു കോൾ സെന്ററിലെ ജോലി വെച്ച് താമസിക്കാൻ നല്ല സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് അയാൾ ഒരു പണി മുഴുവനാക്കാത്ത ഒരു ഫ്ലാറ്റ് കണ്ടുപിടിക്കുന്നു. അയാൾ തലേന്ന് ഫ്ലാറ്റ് വന്ന് നോക്കുന്നു. അവിടെ ആകെ ഉള്ളത് ഒരു സെക്യൂരിറ്റി മാത്രം. അയാൾക്ക് ശൗര്യ വന്നതും അറിയില്ല. കാമുകിക്ക് ശൗര്യ കണ്ടുപിടിച്ച ഫ്ലാറ്റും എവിടെയാണെന്നറിയില്ല. അവിടെ വെച്ച് ശൗര്യ ആ ഫ്ലാറ്റിൽ ലോക്കാവുന്നു. ഭക്ഷണം, വെള്ളം, കറണ്ട് ഒന്നുമില്ലാതെ, ഫോണിൽ ചാർജുമില്ലാതെ. അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നതാണ് സിനിമയുടെ കഥ. രാജ്കുമാർ റാവുവിന്റെ അന്യായ പെർഫോമൻസ് ആണ് സിനിമയുടെ ഹൈലൈറ്റ്. ഈ ജോണറിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമ ഇതാണ്. 1.25 മണിക്കൂർ മാത്രമുള്ള സിനിമ എല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു ഹിന്ദി സിനിമ കൂടിയാണ്. 7ാം സ്ഥാനത്തുള്ള സിനിമയാണ് 127 Hours. 2010 ഇറങ്ങിയ സിനിമയുടെ കഥ നടക്കുന്നത് 2003-ലാണ്. ആരോൺ എന്ന ഹൈക്കർ ഹൈക്കിങ്ങിന് വേണ്ടി യൂട്ട എന്ന സ്ഥലത്തെ പാറക്കെട്ടുകളിൽ എത്തുന്നു. എന്നാൽ അവിടെ വെച്ച് നടക്കുന്ന ഒരു അപകടത്തിൽ ആരോണിന്റെ കൈ 2 പാറക്കെട്ടുകൾക്കിടയിൽപ്പെടുന്നു. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ അയാൾ ദിവസങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ശരിക്കും ട്രാപ്പഡായ അവസ്ഥ. കയ്യിലൊരു ബാഗും കുറച്ച് വെള്ളവും ഹൈക്കിംഗ് ഗിയറും മാത്രം. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ചെയ്യുന്ന സാഹസങ്ങളാണ് പിന്നീട് സിനിമയിൽ. റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഇതിലെ പെർഫോമൻസിന് ജെയിംസ് ഫ്രാങ്കോക്ക് ഓസ്കാർ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് ഇതെന്നറിയുമ്പോഴാണ് ഇതിന്റെ ഭീതി വീണ്ടും കൂടുന്നത്. 6ാം സ്ഥാനത്ത് 2013 ഇറങ്ങിയ ഗ്രാവിറ്റി എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ്. സാൻഡ്ര ബുള്ളോക്ക്, ജോർജ് ക്ലൂണി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്പേസ് മിഷന്റെ ഭാഗമായി സ്പേസിൽ എത്തിയ 2 ആസ്ട്രോണോട്സ് അവരുടെ ഷട്ടിൽ ഒരു ആക്സിഡന്റിൽ പെടുന്നത് മൂലം തകർന്ന് സ്പേസിൽ അകപ്പെടുന്നു. ഇവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ഏക മാർഗം ഇനി ഏതെങ്കിലും ഒരു സ്പേസ് സെന്ററിൽ പോവുകയാണ്. പക്ഷേ ഓക്സിജനും ഫ്യൂവലും തീരുന്നതിന് മുമ്പ് അവർക്ക് അതിന് സാധിക്കുമോ? ഇതാണ് ഈ സിനിമയുടെ കഥ. 2013 ഇറങ്ങിയ സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ബ്രഹ്മാണ്ഡ ഫീൽ തന്നെയാണ് സിനിമയിൽ നിന്ന് കിട്ടുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയിട്ടുള്ള സിനിമയും ഇതാണ്. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫർ അടക്കം 7 ഓസ്കാറുകൾ വാരിക്കൂട്ടി ഈ സിനിമ. 5ാം സ്ഥാനത്തുള്ള കാസ്റ്റവേ ആകും ഈ ലിസ്റ്റിലെ ഏറ്റവും പോപ്പുലർ സിനിമ. 2000 ഇറങ്ങിയ ഈ സർവൈവൽ ഡ്രാമയിൽ സാക്ഷാൽ ടോം ഹാങ്ക്സ് ആണ് നായകൻ. ഫെഡെക്സ് എന്ന കാർഗോ കമ്പനി തൊഴിലാളിയായ ചക്ക് എന്ന ആൾ ഒരു എയ്റോപ്ലെയിൻ അപകടത്തെ തുടർന്ന് ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ അകപ്പെടുന്നു. മനുഷ്യർ ഒന്നും കൂട്ടിനില്ലാത്ത ചക്കിന് കൂട്ടായി കുറച്ച് കാർഗോ സപ്ലൈസ് മാത്രം. അവിടെ നിന്ന് അതിജീവിച്ച് തിരിച്ച് വീട്ടിലെത്തുക എന്നതാണ് ചക്കിന്റെ ലക്ഷ്യം. ഇതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. തന്റെ ബേസിക് ആവശ്യങ്ങളെ നിറവേറ്റാൻ പഠിക്കുന്ന ചക്ക് വൈകാതെ തന്നെ തനിക്ക് മുൻപില്ലാത്ത പല സ്കിൽസും നേടിയെടുക്കുന്നു. സർവൈവൽ ഡ്രാമ ആണെങ്കിലും ഫീൽ ഗുഡ് എലമെന്റ്സും സിനിമയിലുണ്ട്. ഒറ്റപ്പെടലിലും സന്തോഷം കണ്ടെത്താൻ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിലെ അഭിനയത്തിന് ടോം ഹാങ്ക്സിന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ള സിനിമയാണ് ലൈഫ് ഓഫ് പൈ. 2012 ഇറങ്ങിയ അഡ്വഞ്ചർ ഡ്രാമയാണ് ലൈഫ് ഓഫ് പൈ. പോണ്ടിച്ചേരിയിലെ ഒരു കുടുംബം തങ്ങളുടെ ഉടമസ്ഥയിലുള്ള സൂ വിൽക്കാനും കാനഡയിൽ സെറ്റിലാകാനും തീരുമാനിക്കുന്നു. അങ്ങനെ മൃഗങ്ങളുമായി അവർ സഞ്ചരിക്കുന്ന കപ്പൽ അപകടത്തിൽപ്പെടുകയും അതിൽ നിന്നും പൈ എന്ന 16-കാരൻ ഒരു ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടുന്നു. പിന്നീട് താൻ ഒറ്റയ്ക്കല്ല ബോട്ടിലെന്നും കൂടെ റിച്ചാർഡ് പാർക്കർ എന്ന് വിളിക്കുന്ന ഒരു ബംഗാൾ കടുവയും ഉണ്ടെന്ന് പൈ മനസ്സിലാക്കുന്നു. ഏത് നിമിഷവും തന്നെ കൊന്നു നിന്നാൻ സാധിക്കുന്ന കടുവയുടെ കൂടെയുള്ള പൈയുടെ യാത്രയാണ് സിനിമയുടെ കഥ. സിനിമയുടെ കൂടുതൽ സമയവും കടലും കടുവയും ചേർന്ന് ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽ എന്ന അവസ്ഥയിൽ തന്നെയാണ്. സൂരജ് ശർമ്മയാണ് പൈ എന്ന 16-കാരനെ അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടെ ഇർഫാൻ ഖാൻ, തബു തുടങ്ങിയവരുമുണ്ട് ചിത്രത്തിൽ. ഉയർന്ന നിലവാരമുള്ള ഗ്രാഫിക്സും പ്രൊഡക്ഷൻ വാല്യൂമാണ് സിനിമയുടെ ഹൈലൈറ്റ്. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫർ അടക്കം 4 ഓസ്കാർ ഈ സിനിമ നേടിയിട്ടുണ്ട്.
മൂന്നാം സ്ഥാനത്ത് 2015 ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമയായ ദ മാർഷ്യനാണ്. മാറ്റ് ഡേമൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമ ഒരു മാസ് മിഷന്റെ കഥയാണ് പറയുന്നത്. 2035 ചൊവ്വയിൽ വന്നിറങ്ങിയ ഒരു കൂട്ടം ബഹിരാകാശ യാത്രികർ അവിടെ വെച്ച് ശക്തമായ കൊടുങ്കാറ്റ് മൂലം മിഷൻ ഉപേക്ഷിച്ച് മടങ്ങുന്നു. കൊടുങ്കാറ്റിനിടെ കാണാതായ മാർക്ക് എന്ന ബോട്ടണി സ്പെഷ്യലിസ്റ്റിനെ മരിച്ചെന്ന് കരുതി അവർ ഉപേക്ഷിക്കുന്നു. എന്നാൽ അവർ പോയ ശേഷം ജീവനോടെയുള്ള മാർക്ക് അവിടെ തന്നെ എങ്ങനെയും ജീവിക്കാൻ തീരുമാനിക്കുന്നു. 4 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അടുത്ത മാസ് മിഷൻ ടീമിനെ കാത്ത്. അതേസമയം ഭൂമിയിൽ മാർക്ക് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നാസ അയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സ്വന്തമായി ഭക്ഷണം, വെള്ളം എല്ലാം ഉണ്ടാക്കി അവിടെ എത്ര കാലം ജീവിക്കാൻ മാർക്കിന് കഴിയും? അതാണ് പിന്നീടുള്ള കഥ. സയൻസ് ഫിക്ഷൻ ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും മടുപ്പിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. മാറ്റ് ഡേമന് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഗോൾഡൻ ഗ്ലോബും കൂടെ ഒരു ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള സിനിമയാണ് ദ റെവനന്റ്. 2015 ഇറങ്ങിയ സിനിമ ഒരു സാധാരണ സർവൈവൽ മൂവി മാത്രമല്ല, ഒരു റിവെഞ്ച് ഡ്രാമ കൂടിയാണ്. കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന സംഘത്തിലെ ഹ്യൂ ഗ്ലാസിനെ ഒരു കരടി ആക്രമിക്കുകയും ശേഷം കൂട്ടാളികൾ തന്നെ അയാളെ മരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കുന്നു. എന്നാൽ അത്ര പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങാൻ ഹ്യൂ തയ്യാറായിരുന്നില്ല. ശരീരത്തിൽ തുളച്ചു കയറുന്ന തണുപ്പിനെയും പരിക്കിനെയും അതിജീവിച്ച് അയാൾ യാത്ര തുടർന്നു. ജീവിതത്തിലേക്ക് മാത്രമല്ല, പ്രതികാരത്തിലേക്കും. ലിയനാർഡോ ഡിക്കാപ്രിയോ ആണ് ഹ്യൂ ഗ്ലാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വേഷത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഓസ്കാറും ലഭിച്ചു. ടോം ഹാർഡിയും മറ്റൊരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അതിൻ്റെ എക്സ്ട്രീമാണ് റെവനന്റിൽ കാണിച്ചിരിക്കുന്നത്. പരിക്കിന് പുറമെ കാലാവസ്ഥയും ഭക്ഷണവും എല്ലാം വെല്ലുവിളിയാവുമ്പോൾ ഈ സിനിമ ഏറ്റവും മികച്ച ഒരു സർവൈവൽ ത്രില്ലറായി മാറുന്നു. ഒന്നാം സ്ഥാനത്തുള്ള സിനിമ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ ബോണസ് സിനിമ ഇൻടു ദ വൈൽഡ്. 2007 ഇറങ്ങിയ ഈ ചിത്രത്തെ പൂർണ്ണമായി ഒരു സർവൈവൽ ഡ്രാമ എന്ന ഗണത്തിൽ പെടുത്താൻ കഴിയില്ലെങ്കിലും ഒരാളുടെ ഒറ്റപ്പെട്ടുള്ള അതിജീവനമാണ് ഇതിലെയും പ്രധാന കഥ. അതുകൊണ്ടാണ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ ശേഷം തൻ്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും ഉപേക്ഷിച്ച് ക്രിസ്റ്റഫർ അലാസ്കയിലേക്ക് ഹിച്ച് ഹൈക്ക് ചെയ്യുന്നു. ലക്ഷ്യം ഈ യാന്ത്രിക ലോകത്ത് നിന്ന് മാറി നിൽക്കാനും കാടിനോട് ചേർന്ന് ജീവിക്കാനും. ക്രിസ്റ്റഫറിൻ്റെ അലാസ്കയിലേക്കുള്ള യാത്രയിൽ വെച്ച് കാണുന്ന പല വ്യക്തികൾ അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ മാറ്റുന്നു എന്നതും ശേഷം കാട്ടിലെ തനിച്ചുള്ള ജീവിതവുമാണ് കഥ. ഒരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് എന്നത് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. ലോകമെമ്പാടും ഒരുപാട് കൾട്ട് ഫോളോവേഴ്സുള്ള സിനിമയാണ് ഇൻടു ദ വൈൽഡ്. ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേർ ഈ ജീവിതശൈലി ഫോളോ ചെയ്യാനും ഹിച്ച് ഹൈക്കിംഗ് എന്നൊരു രീതി ഒരുപാട് പേരിലേക്ക് എത്താനും തുടങ്ങി. അതിങ്ങ് കേരളത്തിൽ പോലുമുണ്ട്. ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് റൂം. 2015 ഇറങ്ങിയ ഈ സിനിമ 7 വർഷമായി ഒരു റൂമിൽ തടവറയിൽ കഴിയുന്ന ജോയ് എന്ന സ്ത്രീയുടെയും അവരുടെ മകൻ ജാക്കിൻ്റെയും കഥയാണ്. ഒരു 10 അടി വലുപ്പമുള്ള ഒരു റൂമിലാണ് ജാക്ക് എന്ന പയ്യൻ ജനിച്ചത് മുതൽ അവൻ്റെ അമ്മ അവന് വേണ്ടതെല്ലാം ഒരുക്കുന്നുണ്ട്. ഓൾഡിനിക്ക് എന്ന ഒരാൾ 10 വർഷമായി ജോയ് എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് തടവറയിൽ പാർപ്പിച്ച് തൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇരയാക്കുകയാണ്. അയാളുടെ കുട്ടിയാണ് ജാക്ക്. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിക്ക് കൊണ്ടുവരും. ഈ കുട്ടി ലോകത്ത് ഈ 3 പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനാൽ അവൻ്റെ പുസ്തകങ്ങളിലെ മൃഗങ്ങളും ആളുകളും എല്ലാം നുണയാണ് എന്നാണ് അവൻ്റെ അമ്മ അവനെ പഠിപ്പിക്കുന്നത്. ഈ റൂമിൻ്റെ നമ്പർ ലോക്ക് നിക്കിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അയാളെ കൊന്നാൽ ഇവർ എന്നേക്കുമായി ഇതിനുള്ളിൽ അകപ്പെടും. ഇവരുടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുള്ള കഥ. ബ്രീ ലാർസനാണ് ഈ സിനിമയിലെ ജോയ് എന്ന അമ്മ കഥാപാത്രം. ഇതിലെ അഭിനയത്തിന് ഇവർക്ക് മികച്ച നടിക്കുള്ള ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. റൂം നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ്. സർവൈവൽ ത്രില്ലറായി മാത്രമല്ല, നല്ലൊരു ഇമോഷണൽ ഡ്രാമയായി കൂടി ഇതിനെ കണക്കാക്കാം. ഈ ലിസ്റ്റിൽ ഞാൻ ഏതെങ്കിലും സിനിമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക.